കഴിഞ്ഞ ദിവസം പാരസെറ്റമോൾ സിറപ്പിന് പകരം പാരസെറ്റമോൾ ഡ്രോപ്സ് കഴിച്ച് ഒരു കുഞ്ഞ് ഡോസ് അധികരിച്ച് ഗുരുതരാവസ്ഥയിലാവുന്നതും ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ന്യൂസിൽ കാണുകയുണ്ടായി. അപ്പോൾ പല ആളുകളുടെയും സംശയമാണ്, സിറപ്പിന് പകരം ഡ്രോപ്സ് കഴിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഡോസ് അധികരിക്കുന്നത്, ഡോസ് കുറയാനല്ലേ സാധ്യത എന്നുള്ളത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. അതായത് പാരസെറ്റമോൾ ഡ്രോപ്സിൽ എപ്പോഴും പാരസെറ്റമോളിൻ്റെ സ്ട്രെങ്ത് അഥവാ ഒറിജിനൽ മെഡിസിൻ കണ്ടന്റ് പറയുന്നത് 1 മില്ലിയിലാണ്. 1 മില്ലി പാരസെറ്റമോൾ ഡ്രോപ്പിൽ 100 mg ആണ് പാരസെറ്റമോളിൻ്റെ സ്ട്രെങ്ത് വരുന്നത്. എന്നാൽ പാരസെറ്റമോൾ സിറപ്പ് ആകുമ്പോൾ അതിൽ 5 ml 5 മില്ലിയിലാണ് പാരസെറ്റമോളിൻ്റെ സ്ട്രെങ്ത് പറയുക. അതായത് 125 mg പാരസെറ്റമോൾ സിറപ്പ് ആണെങ്കിൽ 5 മില്ലി ഈ സിറപ്പിൽ 125 മില്ലിഗ്രാം ആണ് പാരസെറ്റമോൾ ഉള്ളത്. അത് 250യുടെ പാരസെറ്റമോൾ സിറപ്പ് ആണെങ്കിൽ 5 മില്ലിയിൽ 250 mg പാരസെറ്റമോൾ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ 125ന്റെ പാരസെറ്റമോൾ സിറപ്പ് 5 മില്ലിയാണ് ഡോസ് എന്നുണ്ടെങ്കിൽ 5 മില്ലി കഴിച്ചു കഴിഞ്ഞാൽ ആകെ 125 mg പാരസെറ്റമോൾ ആണ് ലഭിക്കുക. അതേ സ്ഥാനത്ത് അത് മാറി 5 മില്ലി ഡ്രോപ്സ് കഴിച്ചു കഴിഞ്ഞാൽ 5 × 100 500 mg പാരസെറ്റമോൾ, ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റിന്റെ അത്രയും സ്ട്രെങ്ത് ആണ് ഈ ഡ്രോപ്സ് 5 മില്ലി കഴിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ 5 മില്ലി സിറപ്പിന്റെ 5 ഇരട്ടിയായി ഡോസ് വർദ്ധിക്കുന്നുണ്ട്. ഇതാണ് പാരസെറ്റമോൾ സിറപ്പും ഡ്രോപ്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾക്ക് പാരസെറ്റമോൾ സിറപ്പ് ഡോക്ടറെ അടുത്ത് എഴുതി വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് സിറപ്പാണോ ഡ്രോപ്പാണോ ഡോസ് എത്രയാണ് എന്നൊക്കെ നോക്കി ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും.